ഹായ്, ഞങ്ങൾ വൈകുന്നേരം വെറുതെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ വിചാരിച്ചു വന്നാൽ പിന്നെ പുറത്തേക്കൊക്കെ ഒന്ന് പോയാലോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്താണ് പഴശ്ശി ഡാം. നമുക്ക് പഴശ്ശി ഡാമിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ പഴശ്ശി ഡാമിലേക്ക് പോവാണ്. വാവനെ എൻ്റെ കൂടെ തന്നെ ഞാൻ ഇരുത്തി. വീട്ടിൽ നിന്നൊരു 4 കിലോമീറ്റർ ദൂരേ ഉള്ളൂ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അവിടെ എത്തുമ്പോൾ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. ഫുള്ള് വെള്ളമൊക്കെ ആയി, ചുറ്റും മരങ്ങളും, നല്ല ഭംഗിയാണിത് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അവിടെ എൻട്രി പാസ്സൊക്കെ ഉണ്ട്. ഞാൻ എല്ലാവർക്കും ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് പോയി. ഒരാൾക്ക് 45 രൂപയാണ് ടിക്കറ്റിൻ്റെ പൈസ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഉള്ളിലേക്ക് കടന്നു. ഇപ്പം ഇവിടെ ഇപ്പോൾ ലാസ്റ്റ് വന്ന ഓർമ്മയില്ല ഒരു 10-20 കൊല്ലമായിട്ടുണ്ടാവും. 20 കൊല്ലം. നമുക്കിപ്പോൾ പോയി കാണാം. അമ്മമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര വിഷമമായി പോയി കേട്ടോ. ഇത്രയും അടുത്തായിട്ട് പോലും 20 വർഷത്തിന് ശേഷമാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തോ സങ്കടമായിപ്പോയി. പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ അങ്ങോട്ടേക്കൊക്കെ കൂട്ടി പോകാൻ പറ്റുന്ന സന്തോഷമായി. ചെല്ലേ ചെറുമുന നോക്കുകൊണ്ടു വിളറും ഒരു നേർത്ത പൈതലിൻ്റെ മുഖമേ വെങ്ങിപ്പിടയാതെ ഇവിടെ ഇപ്പോൾ കുറേ ആക്ടിവിറ്റീസ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിത് വന്നിട്ട് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ടൈമോ മറ്റോ ഇവിടെ ഇങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷെ ആദ്യമായിട്ട് അമ്മേനെയും അമ്മമ്മയും അച്ഛനൊക്കെ കൂട്ടിയിട്ട് വരുന്നത്. നമ്മൾ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ. കുറേ കുട്ടികൾക്കുള്ള റൈഡുകളാണ് ഇവിടെ മുഴുവനായിട്ടുള്ളത്. ഈ കാണിക്കുന്ന റൈഡിനൊന്നും പൈസ വേണ്ട, അൺപെയ്ഡഡ് ആണ് കേട്ടോ. പക്ഷേ പെയ്ഡഡ് ആയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസും ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ പെയ്ഡഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ്. ഇതുപോലത്തെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ഇപ്പോൾ ഉണ്ട്. രുദ്രയെ അതിലൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഭയങ്കര താല്പര്യമായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. ഈ ഒരു ആക്ടിവിറ്റിക്ക് എനിക്ക് തോന്നുന്നു 120 റുപ്പീസാണ്. അതെ, അവന് ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരോടും ബായി ഒക്കെ പറഞ്ഞ് പോയി. അവിടെ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അവൻ താഴോട്ടേക്ക് ഇറങ്ങി വരുന്നു, കാരണം ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ. പക്ഷെ അവൻ ഭയങ്കര ഹാപ്പി ആൻഡ് കൂളായിട്ട് പോയിട്ട് വന്നു. അവൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ചെയ്ത് വരുന്ന വരവാണ് കേട്ടോ ഇത് കാണുന്നത്. പിന്നെ ഞങ്ങൾ ചുറ്റും അവിടെ കാണുന്ന ഓരോ റൈഡും കാര്യങ്ങളൊക്കെ നോക്കി അവിടെ നിന്ന് കുറച്ച് മുന്നിലേക്ക് നടന്നു. കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണിത്. ഞങ്ങൾ 3 പേരെയും ഊഞ്ഞാലൊക്കെ ആടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛനും അമ്മമ്മയും നടന്നു വരുന്നുണ്ട്. 2 പേര് എന്തൊക്കെയോ പറഞ്ഞു വരുന്നുണ്ട്. രസമാണ് കേട്ടോ ഇവരെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവർ നേരെ ഊഞ്ഞാലാടട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. പിന്നെ ഞങ്ങൾ 5 പേരും കൂടി ഊഞ്ഞാലാടലായി. അമ്മമ്മക്ക് ചെറിയ ടെൻഷനുണ്ട് ആടുമ്പോൾ. ഇവർ 2 പേരും കൊച്ചുമക്കളാണ്, രുദ്രയും അലോകും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം ഇരുന്ന് കളിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. ഞാൻ രുദ്ര എന്തിനോ വഴക്കൂടുന്നതാണ്. ഞാൻ പറയുന്നൊന്നും അവൻ കേൾക്കുന്നില്ല, അവൻ പറയുന്നൊന്നും ഞാനും കേൾക്കുന്നില്ല. പിന്നെ ഇതാണ് ചെങ്ങാടം പെഡൽ ബോട്ടൊക്കെ നടത്തുന്ന ഏരിയ. ഞങ്ങൾ പെഡൽ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് താഴോട്ടേക്ക് പോയി. അതിന് ടിക്കറ്റ് വരുന്നത് വെച്ചാൽ 100 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. അങ്ങനെ ഞാൻ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടു, സെറ്റാവുന്നുണ്ട്. വേറൊരു കാര്യം എന്താ വെച്ചാൽ എനിക്ക് നീന്തൽ അറിയില്ല. എന്തൊക്കെയോ ധൈര്യത്തിൽ ഞാനിങ്ങനെ പോകുന്നുണ്ട്. പെഡൽ ബോട്ടിൽ കയറി കേട്ടോ. വ്യൂ കണ്ടോ നിങ്ങൾ? പിന്നെ അപ്പുറത്തെ സൈഡിലൂടെ ചെങ്ങാടത്തിലൊരു ടീം പോകുന്നുണ്ടായിരുന്നു. ഞങ്ങളും പിന്നെ വേറെ 2-3 പെഡൽ ബോട്ടുകാരും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഒരു ചേട്ടൻ മീനിന് പിടിക്കാൻ വേണ്ടിയിട്ട് ചൂണ്ടിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞു മീനൊന്നും ഇല്ല, ഇതിനൊരു സന്ധ്യാസമയം ആകുമ്പോഴേ തിരിച്ചു. അവിടെ നിന്ന് തന്നെ കുറച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ ഇരുന്ന് തന്നെ കഴിച്ചു. ഈ സമയമൊക്കെ ആയപ്പോൾ നല്ല തിരക്കുണ്ടായി. ഞങ്ങൾ വന്നതിനേക്കാളും കൂടുതൽ തിരക്കുണ്ടായി. അമ്മ വാവനെ കൊണ്ട് അവിടെ ഇരിക്കുകയാണ്. വാവ നല്ല ഉറക്കമാണ്. ഞങ്ങൾ വീണ്ടും കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. രുദ്ര എന്തിനൊക്കെയോ വാശി പിടിക്കുന്നതാണ്. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്യാണ്ട് അവനെ ഇങ്ങോട്ട് നടന്നു. ഡാമിൽ നിന്ന് ഇറങ്ങി ഇതിന് നേരെ പോകുന്നത് അച്ഛനെയും അമ്മമ്മേനെയും വീട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അവർ വിഷു ആയതുകൊണ്ട് വീട്ടിലേക്ക് വന്നായിരുന്നു.
അങ്ങനെ ഞങ്ങളൊരു സന്ധ്യ സമയമൊക്കെ കഴിഞ്ഞപ്പം വീട്ടിലെത്തി. അമ്മേനൊക്കെ വീട്ടിൽ കൊണ്ടാക്കി ചായ കുറിച്ച് കുറച്ചേരൊക്കെ വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം തിരിച്ചു പോകാൻ നോക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.